So hi guys, welcome to Unlearn Academy. So ഇന്നത്തെ ക്ലാസ് ബേസിക്കലി നമ്മൾ ഫേസ്ബുക്ക് ആഡ് എങ്ങനെ റൺ ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം ഒരു ഫേസ്ബുക്ക് യൂസർ ആണെന്നുണ്ടെങ്കിൽ കുറേ ബട്ടൺ ടൈപ്സ് ഓഫ് റീൽസ് ആൻഡ് പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി കാണാൻ പറ്റുമല്ലേ. സോ ഇതൊക്കെ എങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നത്? നമുക്ക് അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇവർ എങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നത് ഇതൊക്കെ? സോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. സോ ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 3 ഡീറ്റെയിൽ ആണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. നിങ്ങളുടെ പേര്, ഒരു മെയിൽ ഐ ഡി, ഒരു പാസ്വേഡ്. സോ ഈ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൽ നിന്നായിരിക്കും നമ്മൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും ഫേസ്ബുക്ക് പ്രൊഫൈലും പേജുമായിട്ടുള്ള മേജർ ഡിഫറൻസ് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? സോ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മൾ ബിസിനസ് കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫോളോവേഴ്സ്, അതേപോലെ തന്നെ ബിസിനസ് ലൈക്സ്, അതേപോലെ കസ്റ്റമേഴ്സ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻസൈറ്റ്സ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മളൊരു പേജിൽ വരുന്നത്. അപ്പോൾ പ്രൊഫൈൽ എന്തായിരിക്കും? പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ പ്യുവർലി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ലൈക്ക് ഫ്രണ്ട്സ്, ഫോളോവേഴ്സ്, ലൈക്സ്, ഷെയർ, അങ്ങനത്തെ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരിക്കലും നമുക്ക് ഡാഷ്ബോർഡ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടില്ല ഈ പ്രൊഫൈലിൽ. അതെന്താ, ആരൊക്കെ നമ്മളെ പ്രൊഫൈലിൽ കയറി, എത്ര ടൈം അവർ സ്പെൻഡ് ചെയ്തു, എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊന്നും നമുക്കൊരു പ്രൊഫൈലിൽ കിട്ടില്ല. സോ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ പക്ഷേ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു 9 ഡോട്ട്സ് കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ പേജസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജസ് എന്ന് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരുപാട് പേജസ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജസിന്റെ ലിസ്റ്റ് എല്ലാം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇപ്പം ഞാൻ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് പേജ് കൊടുക്കുക. അവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേജിന്റെ പേരാണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ കറന്റ് അൺലേൺ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്, അൺലേൺ ഡെമോ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജിന്റെ പേര് ഒരിക്കലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു പുതിയ പേര് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. സോ ഇപ്പോൾ അൺലേൺ ഡെമോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാറ്റഗറി അവർ ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്ത് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണെന്നാണ് ചോദിക്കുന്നത്. ലൈക്ക് എഡ്യൂക്കേഷണൽ കമ്പനിയാണോ, അല്ല സർവീസ് ആണോ, അല്ല ഏജൻസി ആണോ, ഇത് ഏത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്നാണ് അവർ ബേസിക്കലി അതിൽ ചോദിക്കുന്നത്. അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മളെ സൈഡിൽ നിന്നും എടുക്കാനായിട്ടുള്ള ഒരു ഫീച്ചർ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലുള്ള വെബ്സൈറ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഒരു ബയോ ചോദിച്ചിട്ടുണ്ട്, എന്ത് ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണെന്നുള്ളത്. അതൊക്കെ കൊടുക്കുകയാണെന്നുള്ളത് മാൻഡേറ്ററി പ്രോസസ് അല്ല, ബട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഓഡിയൻസ് കുറച്ചും കൂടെ വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. സോ ഇപ്പോൾ ഞാൻ കറന്റ് അത് കൊടുക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ്ലി പേജ് ക്രിയേറ്റിലോട്ട് പോവാം. സെക്കൻഡ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കാൻ പോകുന്നതാണ് അഡ്രസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ കമ്പനിയുടെ ബേസ് ചെയ്തിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും. സോ അതിന് മുമ്പ് നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുക്കുക. ഇപ്പോൾ കറന്റ് ഞാൻ എൻ്റെ വെബ്സൈറ്റ് കൊടുക്കുന്നില്ല, ബട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റും കൂടെ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. അതേപോലെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ്, അതായത് കോൾ ടു ആക്ഷൻ, CTA എന്നൊരു പ്രോസസ്സ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ ആരെങ്കിലും നമ്മളെ പേജിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ കോൾ ചെയ്യാനുള്ള പെർമിഷൻ, അതേപോലെ തന്നെ ചാറ്റ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം കുറച്ചുകൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ കറന്റ് ഞാൻ അത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഓപ്ഷനിലാണ്. ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. ഞാൻ ഇപ്പോൾ കറന്റ് അഡ്രസ്സ് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ലൈക്ക് ട്രിവാൻഡ്രം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അഡ്രസ്സ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറയുന്ന പോലെ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. താഴെ നിങ്ങൾക്ക് പേജിന്റെ സ്ട്രെങ്ത് കാണാൻ പറ്റും. സ്ട്രെങ്ത് സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇല്ല ഫെയറിലാണെന്നുണ്ടെങ്കിൽ നീഡ് ടു ബി ഇംപ്രൂവ്ഡ്. സോ നമുക്ക് ഇപ്പോൾ നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റിലോട്ട് പോയതിനു ശേഷം നിങ്ങൾ അടുത്ത ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്രൊഫൈലും അതേപോലെ കവർ പേജുമാണ്. ഈ പ്രൊഫൈലും കവർ പേജും എത്രമാത്രം അട്രാക്റ്റീവ് ആയിരിക്കുമോ അത്രമാത്രം നിങ്ങൾക്ക് ഓഡിയൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ഞാൻ ഇപ്പോൾ കറന്റ് ഒരു പ്രൊഫൈൽ പിക്ക് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടും ആഡ് ചെയ്യാം, ലൈക്ക് പ്രൊഫൈൽ പിക്ക് ആസ് വെൽ ആസ് നിങ്ങളെ കവർ പേജ്. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇവിടെ ഡെമോ എന്നുള്ള പ്രിവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ മാക്സിമം ആഡ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീച്ച് കിട്ടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലായിരിക്കും. സോ ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് പോയിട്ടുണ്ട്. നെക്സ്റ്റിൽ നമ്മളിപ്പോൾ വാട്സാപ്പ് ആഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫേസ്ബുക്കിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ സബ് പാർട്ടാണ് ഇപ്പോൾ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. സോ മാക്സിമം ഈ 3 പ്ലാറ്റ്ഫോം അവർ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. വാട്സാപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാട്സാപ്പിന്റെ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് പോരാഞ്ഞിട്ട് നമ്മുടെ പേജിൽ ഏതെങ്കിലും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബട്ടൺ ഐക്കണും കൊടുക്കാൻ പറ്റും വാട്സാപ്പിൽ, ചാറ്റ് വിത്ത് വാട്സാപ്പ് എന്നുള്ള രീതിയിൽ. സോ നമുക്ക് ഇപ്പോൾ ഞാൻ അത് കറന്റ് സ്കിപ്പ് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ കറന്റ് ഞാൻ അത് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നുണ്ട്.
സോ ഇതെല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമുക്കൊരു ഫേസ്ബുക്ക് പേജിലോട്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് ഇത്രയേ ഉള്ളൂ. നമ്മൾ വലിയ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മാക്സിമം ഡീറ്റെയിൽ ആഡ് ചെയ്യുക. കാരണം ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ട്രസ്റ്റ്, ഫേസ്ബുക്കുമായിട്ടുള്ള ട്രസ്റ്റും കൂടും, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ട്രസ്റ്റും കൂടും, കൂടുതൽ ലീഡ്സ് കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. സോ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ഇൻസൈറ്റ്സ് ഒക്കെ ഉണ്ട്. A/B ടെസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ ആണ്. അതായത് എയും ബിയും ഒരുമിച്ച് ആഡ് റൺ ചെയ്തതിനു ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏത് പെർഫോം ചെയ്യുന്നു അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ A/B ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ അപ്കമിംഗ് ക്ലാസ്സസിലും വരുന്നുണ്ട്. സോ അതവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള പേജ് ആക്സസ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പേജ് ആക്സസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി ഓണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഫേസ്ബുക്ക് പേജ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു സിനാരിയോസിൽ നമ്മൾ എംപ്ലോയീസ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കേണ്ട ഒരു ചാൻസ് വരാനുള്ളത് കൂടുതലാണ്. സോ അങ്ങനെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ ലൈഫ് ചിലപ്പോൾ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് അവർ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽ അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫൈൽ ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പേജിന്റെ ആക്സസ് മാത്രം നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ത്രൂ മെയിൽ. അതായത് ഇപ്പോൾ ഒരു A എന്നൊരു വ്യക്തിയുണ്ട്, B എന്നൊരു വ്യക്തിയുണ്ട്. A എന്നൊരു കമ്പനി ഓണറാണ്, അയാളുടെ പേഴ്സണൽ പ്രൊഫൈൽ വഴിയാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ പേജിന്റെ ആക്സസ് മാത്രം ബിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബിന് പേജ് അല്ല വേറൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതും ബിന്റെ പേഴ്സണൽ പ്രൊഫൈലിലായിരിക്കും ഈ പേജിന്റെ ആക്സസ് വരിക. സോ ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. സോ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ ബാക്ക് ടു പേജിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ആഡ് സെന്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് റെക്കമെൻഡഡ് അല്ല, ബട്ട് ടീച്ചിങ് പർപ്പസിന് നമ്മൾ ഇതും കവർ ചെയ്യുന്നുണ്ട്. മേജർ ആയിട്ട് നമ്മൾ ആഡ് റൺ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് മെറ്റാ ആഡ് സ്യൂട്ട്. ഇവിടെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആഡ് റൺ ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് പേജ് ക്രിയേറ്റും അതേപോലെ തന്നെ ഈ ഒരു ആഡ് എങ്ങനെയാണ് റൺ ചെയ്യുക അല്ലെങ്കിൽ ബേസിക് ഒരു ആഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് മെറ്റാ സ്യൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് സെറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. തേർഡ് എന്ന് പറയുമ്പോൾ ബിസിനസ് സെറ്റിംഗ്സ് സെറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. നോർമലി മിക്ക ആൾക്കാരും ഡയറക്റ്റ്ലി ഒരു പേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അവർ ഈ ഒരു മെറ്റാ ആഡ് സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഡയറക്റ്റ്ലി ഒരു ആഡ് റൺ ചെയ്യാനാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിക്സൽ റീമാർക്കറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ അപ്കമിംഗ് ക്ലാസ്സസ് കവർ ചെയ്യുന്നുണ്ട്. സോ ഈ റീമാർക്കറ്റിംഗ് കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഇതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ് കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ബട്ട് ഈ രീതി ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. ബട്ട് സ്റ്റിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണും, ആഡ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് സെന്റർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അഡ്വർടൈസിൽ ക്രിയേറ്റ് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മാനുവലിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് മാക്സിമം മാനുവലി ക്രിയേറ്റ് ചെയ്യാനായിരിക്കും നോക്കേണ്ടത്. കാരണം എത്രമാത്രം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അത്രമാത്രം കറക്റ്റ് ടാർഗറ്റഡ് ഓഡിയൻസിലോട്ട് ചെന്നെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്കിവിടെ ജസ്റ്റ് ഞാൻ ഓട്ടോമാറ്റിക് അല്ല മാനുവലിയാണ് കൊടുത്തിട്ടുള്ളത്. സോ മാനുവലിൽ നമ്മൾ ഗോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, അതേപോലെ തന്നെ കോൾ ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ റിക്വയർമെന്റ് എന്നുള്ളത് നോക്കിയതിനു ശേഷം, അതായത് നമുക്ക് കൂടുതൽ കോൾ ആണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടുതൽ ആൾക്കാരാണോ വരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മെസ്സേജ് ആണോ വരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പേജിൽ കൂടുതൽ ലൈക്സ് ആണോ കിട്ടേണ്ടത്, ഏതാണോ നമ്മുടെ റിക്വയർമെന്റ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ഇപ്പം ഞാൻ കറന്റ് ഓട്ടോമാറ്റിക് ആണ് കൊടുക്കുന്നത്, അതാകുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കവറായി പോകും. സോ അതിനുശേഷം നമുക്ക് വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പ്രിവ്യൂ സൈഡിൽ കാണാൻ പറ്റും. അതായത് റൈറ്റ് സൈഡിൽ നമുക്ക് പ്രിവ്യൂ കൂടെ കാണാൻ പറ്റും, എവിടെയായിരിക്കും അത് പോപ്പായി വരുന്നതെന്നുള്ളത്. ഞാൻ ഇപ്പോൾ കറന്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ അൺലേൺ അക്കാഡമി എന്ന് കൂടെ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നമ്മളിവിടെ അൺലേൺ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ഇവിടെ കുറച്ച് ടൈം എടുക്കും, ലോഡിംഗ് ടൈം, കാരണം അത് കുറച്ച് വലിയ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആഡ് സെറ്റ് അല്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് കവർ ചെയ്ത് പോകുന്നത്. സോ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഏത് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഫോട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് കൊടുത്ത് വേറൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബട്ട് ഞാനിപ്പോൾ കറന്റ് ഈ ലോഗോ വെച്ച് തന്നെയാണ് പോകാൻ നോക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് ഉണ്ട്, ഹെഡിങ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഹെഡിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ അൺലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നുണ്ട് ബട്ടൺ, ഏത് രീതിയിലെ ബട്ടണാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരുപാട് ടൈപ്പ് ഓഫ് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ സെൻഡ് മെസ്സേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സെൻഡ് വാട്സ്ആപ്പ് മെസ്സേജ് കൊടുക്കാം, ഡൊണേറ്റ് നൗ കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ബട്ടൺ മാറുന്നതനുസരിച്ച് നമ്മളെ ഗോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ സെൻഡ് മെസ്സേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ മെസ്സേജ് വരാൻ നമ്മൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലായിരിക്കും. ഇല്ല നമ്മളിപ്പോൾ വാട്സാപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സാപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്, കണ്ടോ? സോ ഈ വാട്സാപ്പ് നമ്പർ നമ്മൾ ഓപ്റ്റ് ചെയ്ത് തരാം, നമുക്ക് വാട്സാപ്പിലോട്ടായിരിക്കും കസ്റ്റമേഴ്സ് വരിക. സോ നമുക്ക് കോളും കൊടുക്കാൻ പറ്റും, കോളേഴ്സ് എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ആയിരിക്കും വരുന്നത്. ഗെറ്റ് ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ ഇപ്പം ഞാൻ കറന്റ് സെൻഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കുറച്ചുകൂടി താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രീറ്റിംഗ് മെസ്സേജസ് നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് മെസ്സേജ് ആണ് പോകേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ പോപ്പായി അവർക്ക് വരേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്കിനനുസരിച്ച് നമുക്ക് റിപ്ലൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ അത് കറന്റ് കൊടുക്കുന്നില്ല, ടെംപ്ലേറ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി. സോ നമുക്ക് അടുത്തത് ആപ്ലിക്കേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇതെല്ലാം ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടീമാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ അത് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലൈക്ക് വാട്സാപ്പ് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഈ ഒരു ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ 3 പ്ലാറ്റ്ഫോമിൽ മാക്സിമം എഫക്റ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത്. അതായത് വാട്സാപ്പ് വഴി ചിലപ്പോൾ നമുക്ക് ലീഡ്സ് കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ആഡ് കൂടുതൽ റൺ ആവും. നിങ്ങളിപ്പോൾ കാണാറുണ്ട് ഫേസ്ബുക്കിൽ കാണുന്ന മോസ്റ്റ്ലി സിമിലർ ആഡ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കാണാൻ പറ്റും. കാരണം ഒരേ ആഡ് ആയിരിക്കും റൺ ആവുന്നത്, അത് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും റൺ ആവുന്നത്. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് അതായത് ഇൻസ്റ്റാഗ്രാമിലും കൂടെ ചേർത്ത് ആഡ് റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ആക്സസ് കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ആയിക്കോളും. ഇപ്പോൾ അത് കറന്റ് കൊടുക്കുന്നില്ല. കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഡിയൻസ്, ഇവിടെയാണ് നമ്മൾ കറക്റ്റ് ഓഡിയൻസ്, നമ്മളെ കസ്റ്റമേഴ്സ് ആരാണെന്ന് വ്യക്തമായി നമ്മൾ ഫേസ്ബുക്കിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓഡിയൻസിന്റെ ഏത് ഏജ് എന്നുള്ള രീതി ലിമിറ്റ് നമുക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാനൊരു ചൈൽഡ് പ്രോഡക്ട്സ് ഒക്കെയാണ് കൂടുതൽ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 30+ ആൾക്കാരുടെ പോയിട്ട് വലിയ എഫക്റ്റീവ് ആയിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാനൊരു 12th കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് ആണ് എൻ്റെ ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ ഞാനൊരു 18 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 24 ഏജ് ഗ്രൂപ്പിനകത്ത് എനിക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാം. സോ ആ ഒരു ഏജ് ഗ്രൂപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ജെൻഡർ കൊടുക്കാം, ലൈക്ക് മെയിൽസിനാണോ കൂടുതൽ പോകുന്നത് അല്ലെങ്കിൽ ഫീമെയിൽസിനാണോ കൂടുതൽ പോകുന്നത്, അത് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകണോ എന്നുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നതാണ് ലൊക്കേഷൻ ഏത് സ്ഥലത്താണ് ആഡ് റൺ ചെയ്യുന്നത്. ലൈക്ക് ഇന്ത്യ മൊത്തത്തിലാണ് നമ്മൾ പ്രോഡക്ട്സ് സെല് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റേറ്റ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാത്രമായിട്ട് ഞാൻ ഓപ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ കഴക്കൂട്ടമാണ് ഓപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമായിട്ട് നമുക്ക് തന്നെ ഓപ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കഴക്കൂട്ടത്ത് തന്നെ ഒരുപാട് പ്ലേസസ് വരുന്നുണ്ട്, ബൈപ്പാസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കഴക്കൂട്ടം ട്രിവാൻഡ്രം ഉണ്ട്, കഴക്കൂട്ടമുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു ഫീച്ചർ ഉണ്ട്. ബട്ട് ഞാൻ ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ കണക്ട് ചെയ്യുന്നത് തമ്പാനൂർ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ട്രിവാൻഡ്രം ഒന്ന് ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നെയ്യാറ്റിൻകര അല്ലെങ്കിൽ നെടുമങ്ങാട് അല്ല അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ സ്കിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനത്തെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡ്രോപ്പ് പിൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് എവിടെയാണോ വേണ്ടതെന്നുള്ളത് അവിടെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. ആ ഒരു ലൊക്കേഷൻ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് റേഡിയസ് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ റേഡിയസ് ഇപ്പോൾ 16 കിലോമീറ്റർ റേഞ്ചാണ് ഇരിക്കുന്നത്. നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊരു 80 കിലോമീറ്റർ വരെ മാക്സിമം കൊടുക്കാം, മിനിമം ഒരു 1 കിലോമീറ്റർ വരെ കൊടുക്കാം. ഇപ്പം ഞാൻ കറന്റ് ഒരു 52 റേഞ്ച് കിലോമീറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ പിൻ ചെയ്ത പോർഷനിൽ നിന്ന് 52 കിലോമീറ്റർ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ആഡ് റൺ ചെയ്യുന്നതായിരിക്കും. സോ കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ടാർഗറ്റ് ഏത് രീതിയിലുള്ള ആൾക്കാർ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ഞാൻ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും കൂടുതൽ പോകും. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പോകും. ഡിജിറ്റൽ മാർക്കറ്റിനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്ത ആൾക്കാർക്ക് പോകും. ഇങ്ങനെയൊക്കെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഓഡിയൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് കാണാം, ഡെമോഗ്രാഫിയും കാണാം. ഡെമോഗ്രാഫി എന്ന് പറയുമ്പോൾ കൂടുതൽ ജോബ് ടൈറ്റിൽസ്, അതായത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം കൂടുതൽ. പക്ഷെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഈ ഒരു ഫീൽഡിൽ താല്പര്യം കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് കറന്റ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുറെ അവർ തന്നെ സജഷൻസ് തരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജർ അങ്ങനെയുള്ള സജഷൻസും കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ആഡിന് സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. ബട്ട് ഒന്നിൽ കൂടുതൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഓഡിയൻസിന്റെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ബട്ട് അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നടത്തുന്നതെങ്കിൽ ഒരിക്കലും ഒരു കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ള കീവേഡ് കൊടുക്കാൻ പാടില്ല. കാരണം എഫക്റ്റീവ് അല്ല. കാരണം നമ്മൾ എന്തായാലും ഒരു ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ആഡ് എത്തണമെന്നാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് കൊടുത്താൽ മാത്രമേ ആ രീതിയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ആഡ് എത്താനുള്ള ചാൻസ് കൂടുതലായിട്ട് വരുള്ളൂ.
സോ അത് നമ്മൾ കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ താഴോട്ട് വന്നാൽ നമുക്ക് സേവ് ഓഡിയൻസ്, നമുക്ക് ഈ ഓഡിയൻസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് പോയതിനു ശേഷം നമുക്ക് ഡ്യൂറേഷൻ എന്ന് മുതൽ എന്ന് വരെയാണ് ഈ ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡ്യൂറേഷൻ ടൈം കൊടുത്തിട്ടുണ്ട്. 7 ദിവസമാണ് ആഡ് റൺ ചെയ്യുന്നത്, ഇല്ല 6 days ആണോ 5 days ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആഡ് ടൈം ഡ്യൂറേഷൻ കൊടുക്കാൻ പറ്റും. പ്ലസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കൊടുക്കാം. എത്ര രൂപയാണ് പെർ ഡേ നിങ്ങൾ ഈ ആഡിന് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കറന്റ് ഇപ്പോൾ 83.92 ആണ് മിനിമം എമൗണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം ഒരു 5,000 പെർ ഡേ 5,000 ആണ് നിങ്ങൾക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എമൗണ്ട്. സോ ഒരു ആവറേജ് ഞാനിപ്പോൾ ഒരു 200 rupees എടുക്കുകയാണ്. നിങ്ങൾ ഇവിടെ എഡിറ്റ് ചെയ്ത്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ റീച്ച് കാണാൻ പറ്റും. ലൈക്ക് എമൗണ്ട് മാറുമ്പോഴോ ലൊക്കേഷൻ മാറുമ്പോഴോ നിങ്ങൾക്ക് ഇവിടുന്ന് റീച്ചും കൂടെ ചേഞ്ച് ആകുന്നതായിട്ടുള്ള ഒരു ഫീച്ചർ കാണാം. ഇപ്പം ഞാൻ ജസ്റ്റ് 20 rupees കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ റീച്ച് മാറി. ലൈക്ക് 3.4 നിന്ന് 6.5 മാറി. ജസ്റ്റ് എനിക്കിപ്പോൾ ഞാൻ ഒരു 2,200 എന്നുള്ള റേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു റീച്ച് മാറും. ലൈക്ക് 47,000 റീച്ചാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് റിപ്ലേസ്, ഒരു എസ്റ്റിമേഷൻ റിപ്ലേസ് ആണ് ഇത്. ചിലപ്പം കഴിയാൻ ചാൻസ് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ലോ ആയിരിക്കും. ബട്ട് ഒരു എസ്റ്റിമേഷൻ റിപ്ലേസ് എന്നുണ്ടെങ്കിൽ 17 to 50 വരെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ഇത് നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫണ്ട് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് വഴിയോ പേയ്മെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഫണ്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് വഴി അല്ലെങ്കിൽ UPI വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് ഈ ഫണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം നമുക്ക് നമ്മളുടെ ആഡ് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ട് ഒരു ആഡ് നമ്മൾ റൺ ചെയ്യുന്നത്. സോ ബട്ട് ഇങ്ങനെ റൺ ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഭയങ്കര കുറവാണ്. ഇത്രയൊന്നുമല്ല, നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഈ രീതിയിൽ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് ഓഡിയൻസിന്റെ കൗണ്ട് ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ എഫക്റ്റീവ് ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെറ്റ ആഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റിയൽ ആഡ് റൺ ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ഒരു ഐഡിയയും പറയുന്നുണ്ട്. പ്ലസ് എങ്ങനെയാണ് ഒരു മെറ്റ ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ബിസിനസ് സെറ്റിംഗ്സ് ക്രിയേറ്റ് ചെയ്യുക, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് നമുക്ക് അപ്കമിങ് വരാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, രഞ്ജിത്ത് ഫ്രം അൺലേൺ അക്കാഡമി.